നമസ്കാരം. എൻ്റെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോലി കൂടി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ലൈക്ക് അടിക്കാനായിട്ട് ഒരു സെക്കൻഡ്, അത് നിങ്ങളുടെ ജോലിയുണ്ട്. അപ്പോൾ എൻ്റെ ജോലി ഞാൻ എന്തായാലും സംഭവത്തിലേക്ക് കിടക്കാം. ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ട ഞാൻ 2 പ്രാവശ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ട? ഇങ്ങനെ ഇത്രയും വളിപ്പ്, ഇത്രയും നാണം കെട്ട, ഇത്രയും വൃത്തികെട്ട ഒരു ഈ ആഴ്ച ഉണ്ടായിട്ടില്ല. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്ര പ്രേക്ഷകരെ ബോറടിപ്പിച്ച, ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ എപ്പിസോഡുകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനത്തെ എപ്പിസോഡുകൾ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു കൊച്ചു കുട്ടീനെ പോലും ബിഗ് ബോസ് കാണാൻ കിട്ടില്ല. അമ്മാതിരി വെറുപ്പിക്കലാണ് അതിൻ്റെ ഉള്ളിലുള്ള മത്സരാർത്ഥികൾ. 1-2 മത്സരാർത്ഥികൾ ഒഴിച്ച് ബാക്കി ഒരെണ്ണത്തിനെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമല്ല. വൃത്തികേട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുമില്ലെങ്കിലും നമുക്ക് സംഭവങ്ങൾ എന്തായാലും ഉള്ള സംഭവം ഒന്ന് ഞാൻ ജനറലായിട്ടൊന്നും പറയാം. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാമക്കടുവയുണ്ട്, കാമക്കടുവ. അവനെ കാമക്കടുവ എന്ന് തന്നെ വിളിക്കണം. ഗബ്രിയേലും വലിയ കാമക്കടുവ, ഗബ്രിയേലും വലിയ പ്ലാനിങ് ഉള്ള ആള്. ഗബ്രി പിന്നെ ഒരാളെ ഇങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് സ്നേഹിക്കാന്നുള്ള അന്തസ്സായിട്ട് പറഞ്ഞിട്ടാണ് സ്നേഹിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജാസ്മിൻ ഇല്ലെങ്കിലും അവരെ കോംബോ ആയാലും എന്തൊക്കെയായാലും അതൊരു ഗെയിമായിട്ട് നമുക്ക് കണക്കാക്കാം. അതൊന്നുമല്ല. ഇവന്റെ സ്വഭാവം എങ്ങനെയാണ്? ഇവന് പെങ്ങളായിട്ടാണ് ഇവൻ കോംബോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ കാമക്കടുവ, ഗബ്രിയേലും വലിയ കാമക്കടുവ സായി എന്ന് പറയും നമ്മൾ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിന്റെ വിവരങ്ങളിലേക്ക് ആദ്യം കിടക്കാം. ഇന്നലത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുത്ത പച്ചചാണത്തിൽ തീ പിടിച്ച ഒരു എപ്പിസോഡാണ്. ഇന്നലത്തെ മാത്രമല്ല, ഇന്നത്തെ എപ്പിസോഡും അത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അതിൽ മേലെ ഒന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പോകുമോ, എന്തിനാ അച്ഛൻ എന്നെ തല്ലണ്, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബിഗ് ബോസിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനുള്ളിൽ കുറെ ഊളകളികളൊക്കെ കിട്ടിയോണത്. അവർക്ക് കാണിക്കാവുന്നതിന്റെ മാക്സിമം അവർ കാണിക്കുന്നുണ്ട്. സർക്കസും, നാടകം, മോണാക്റ്റും, മിമിക്രിയും ഒക്കെ കാണിക്കുന്നുണ്ട്. ഏൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നലെ ആ ഉർവശി വന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എന്താ പറയാനുള്ള, ഒന്നും പറയാനില്ല. സമ്മതിച്ചു ഇന്നലത്തെ എപ്പിസോഡിനെ. ഞാൻ അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ മോശം, ബോറാവും. നിങ്ങൾക്കും ബോറാവും, എനിക്കും ബോറാവും. എനിക്കിങ്ങനെയുള്ള വൃത്തികെട്ട റിവ്യൂ ചെയ്യാനേ ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ജിൻഡോയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ജിൻഡോയുടെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിൻഡോ ഇനിയിപ്പോൾ കപ്പ് ആർക്ക് എന്നുള്ളതിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന എല്ലാ മത്സരാർത്ഥികളും ജിൻഡോനെ തേച്ച് കാണിക്കാനാണ് നോക്കുന്നത്. ജിൻഡോനെ മോശമാക്കുക. ഒരു കാരണവശാലും ജിൻഡോയ്ക്ക് കപ്പ് കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റസ്മിൻ്റെ ആർമി ആയാലും അതുപോലെ തന്നെ പല ഇവിടുന്ന് പോയ 1-2 മത്സരാർത്ഥികൾ മാത്രമാണ് ജിൻഡോയ്ക്ക് സപ്പോർട്ടുള്ളത്. അൻസിബ പോലെയുള്ള ആൾക്കാർ. ബാക്കിയുള്ളവർ മുഴുവൻ ജിൻഡോയ്ക്കെതിരെ വോട്ട് ചെയ്യാനും ജിൻഡോയ്ക്കെതിരെ കുപ്രചരണങ്ങൾ നടത്താനും ജിൻഡോയ്ക്കെതിരെ എന്തൊക്കെ അവർക്ക് പുറത്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും വലിയ തലവൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി ഓരോരുത്തരെയും വിളിച്ചിട്ട് ജിൻഡോയ്ക്കെതിരെ വോട്ട് ചെയ്യാനും ജാസ്മിനെ ജയിപ്പിക്കാനും വേണ്ടിയുള്ള ഗംഭീര അണ്ടർഗ്രൗണ്ട് കളികളാണ് നടക്കുന്നത്. ജിൻഡോ ആർമിയായ നമ്മൾ ഒരുപാട് ജിൻഡോനെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ ജിൻഡോന് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോണ കാര്യങ്ങളാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവാൻ പോണത്. നമ്മുടെ ജിൻഡോ എത്രയൊക്കെ നന്നായി കളിച്ചാലും, ഇന്നലെ ജിൻഡോ നന്നായി കളിച്ചു. ഇന്നിനി ഒരു കളി വരാനുണ്ട്. കുറുക്കനും കോഴി, അതിൻ്റെ ഉള്ളിലുള്ള ഒരു മുഴുവൻ സീസണിൽ വന്നവരൊക്കെ കുറുക്കനും കോഴി തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആരും പറയണ്ടല്ലോ. അപ്പോൾ ജിൻഡോനെ നമ്മൾ ഒരുപാട് സംരക്ഷിക്കുന്ന സമയമാണ്. പുറത്ത് എല്ലാ നെഗറ്റീവ് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ജിൻഡോൻ്റെ പേരിൽ ഉണ്ടാക്കുന്നുണ്ട്. ജിൻഡോന് വോട്ടും ഇപ്പോൾ സെക്കൻഡ് നിൽക്കുന്നത് ജാസ്മിന്, ഫസ്റ്റ് അടിച്ച് കയറി നിൽക്കുന്നത് ജിൻഡോണ്. പക്ഷേ എന്തും ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാമക്കടുവ ഇവിടുന്ന് പുറത്തു പോയ കാമക്കടുവ ജാസ്മിന് വേണ്ടിയിട്ട് നേരന്ന് വോട്ട് പിടിക്കുന്നുണ്ട്. അവൻ്റെ എല്ലാ കഴിവുകളും അവന് കാമക്കടുവയായ മാത്രമല്ല, ഞാൻ ജാസ്മിനെ ജയിപ്പിക്കാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട്, അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്ത് കിടന്ന് വിലസുക അവൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് വലിയൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുന്നു. ഇനി അവൻ ആ ബിഗ് ബോസ് ഹൗസിൽ കൂടി കയറി കഴിഞ്ഞാൽ ഈ ജിൻഡോയ്ക്കിടെ ആ ഒരു പ്രഭേനം മങ്ങിക്കളയുന്ന രീതിയിലായിരിക്കും അവരെ പ്ലാനിങ്. ഇത് കയറുന്നതും കാത്ത് ഗബ്രി അതിൻ്റെ ഉള്ളിൽ വരണം കാത്തുണ്ട്. ജിസ്മ എന്ന് പറയണ നമ്മുടെ
റസ്മിനും അതുപോലെ തന്നെ ജാസ്മിനും അവർക്കൊരു ഒരു കോക്കേഴ്സ് ഉണ്ട്. ആ കോക്കേഴ്സ് മൊത്തം നിൽക്കുന്നത് അവർക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രേക്ഷകരെ എങ്ങനെ ജിൻഡോൻ്റെ അടുത്തുനിന്ന് മാറ്റി ആ പ്രേക്ഷകരെ മുഴുവൻ ജാസ്മിൻ്റെ അടുത്തേക്ക് മാറ്റാനുള്ള കളികളാണ് നടക്കുന്നത്. ഇപ്പം തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ജാസ്മിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ട് ഇവരൊക്കെ കൂണ് പോലെ എങ്ങനെ മുളച്ചു പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇതൊക്കെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ച തവരയെന്ന് പറഞ്ഞ പോലെ അതാണ് നമുക്ക് തോന്നുന്നത്. എങ്ങനെ ഇവരൊക്കെ വന്നു? ഇപ്പോൾ ഇന്നലെ വരെ ജിൻഡോനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഈ ഒരു സുപ്രഭാതത്തിൽ വീണ്ടും മാറുക ജാസ്മിൻ്റെ അടുത്തേക്ക്. അതെങ്ങനെ സംഭവിക്കുന്നു പുറത്ത്? അപ്പോൾ പുറത്ത് ഇവർക്ക് ജാസ്മിന് കളിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജാസ്മിൻ്റെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് അവരൊക്കെ പുല്ല് പോലെ കണക്കാക്കിയിട്ടാണ് ഗബ്രി വരാൻ പോണത്. ഗബ്രി തിങ്കളാഴ്ച ചൊവ്വാഴ്ച കയറും. ഒരു ദിവസം 2 ദിവസം ഇതിലുണ്ടാവും. ബിഗ് ബോസിനും ആ കയറുന്ന ദിവസം തന്നെയാണ് നല്ല TRP വരിക. എന്താണ് ഇനി ഇവള് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്ന് വളരെ മാന്യമായി അവനോട് പെരുമാറുമോ, അത് ഗബ്രി എങ്ങനെ അവളോട് പെരുമാറും, ഇതൊക്കെ അറിയാനായിട്ട് പ്രേക്ഷകർക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അപ്പോൾ ആ എപ്പിസോഡിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയാണ് നമുക്കിത് പറയാനുള്ളത്. ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മൾ നിർത്താം. എത്രയും പെട്ടെന്ന് നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ നമുക്ക് സായിലേക്ക് കിടക്കാം. ഈ ബിഗ് ബോസിൻ്റെ ഇപ്പോൾ നമ്മൾ അകമഴിഞ്ഞ് ജിൻഡോനെ സംരക്ഷിക്കുന്ന സമയമാണ്. എല്ലാ ആർമികളും കൂടിയിട്ട് ജിൻഡോൻ്റെ മെക്കട്ടിക്ക് കയറി വെക്കണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിലനിൽപ്പ് ജിൻഡോയ്ക്ക് വേണമെങ്കിൽ ജിൻഡോയ്ക്ക് നല്ല പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ജിൻഡോനെ ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ദിവസവും വോട്ട് ചെയ്യുക. അത്രേ നമുക്ക് പറയാനുള്ളത്. ജാസ്മിൻ ഒരു കാരണവശാലും സെക്കൻഡ് റണ്ണറപ്പ് പോലെ ആക്കരുത്. സെക്കൻഡ് റണ്ണറപ്പ് അവിടെ ആര് വന്നാലും, അഭിഷേക് വന്നാലും നമുക്ക് കുഴപ്പമില്ല, ഇപ്പോൾ വേറെ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ദുഃഖകരമായുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ആഴ്ച നമ്മുടെ മുടിയം പോവും നോറ പോവും. ഇവർ 2 പേരും ഒരുമിച്ച് കൊച്ചിയിലേക്ക് വണ്ടി കയറാം. അവർക്കാണ് ഏറ്റവും അധികം വോട്ട് കുറവ്. അവരാണ് ഇപ്പോൾ പുറത്താവാൻ പോണത്. ബാക്കിയുള്ളവരെല്ലാം കൂടി കണ്ട് കയറും. അപ്പോൾ ഇതാണ് ഈ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ബാംഗ്ലൂർ ഡൈസ് കണ്ടില്ലേ? അനിയത്തി പ്രാവ് കണ്ടില്ലേ? എന്താ എനിക്കൊരു അനിയത്തിനെ സ്നേഹിച്ച, ഞാൻ അനിയത്തിയാന്ന് പറഞ്ഞ കോമ്പം നിങ്ങളെന്താ ഇഷ്ടപ്പെടാഞ്ഞേ? നിങ്ങളെന്താ തള്ളിക്കളഞ്ഞേ? അത് എന്നെ കാമക്കടുവയാക്കിയിട്ട് നിങ്ങൾ ചിത്രീകരിക്കാൻ കാരണം എന്താണ്? ഇന്നലെ പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയില്ല അനിയത്തിനെ കെട്ടിപ്പിടിക്കലും ബഹളമൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് വന്ന അനിയത്തിനെയും കൂടി കൊണ്ടുവന്ന് ഇരുത്തി കാറിൽ. ആ കാറിൽ ഇരുത്തി അനിയത്തിയുടെ ചേച്ചി, എൻ്റെ ചേച്ചിന്, നമ്മുടെ സായിയുടെ ഭാര്യ എൻ്റെ ചേച്ചിയും കൂടി ഇരിക്കുന്നു ബാക്കിൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇണ്ണാമൻ ജിത്തുബായി, എന്തിട്ട് കൊണാപ്പനാണ് അവനുണ്ട് പറയണത്. എൻ്റെ നന്ദന ജിത്തുബായി തമ്മിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അവർ കല്യാണം കഴിക്കുക എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്തേക്ക് ഒരു നമ്പർ ഇട്ട് തരുന്നത്. അപ്പോൾ ഞാനൊരു കോംബോ കളിച്ചു. ആ കോംബോ എൻ്റെ അനിയത്തിയാക്കി. എൻ്റെ അനിയത്തിനെ ഞാൻ നോക്കും. ഇവിടുന്ന് കിട്ടിയ കാശ് മുഴുവൻ എൻ്റെ അനിയത്തിക്ക് കൊണ്ടു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എൻ്റെ അനിയത്തിനെ സംരക്ഷിക്കാനും എൻ്റെ അനിയത്തിനെ രക്ഷിക്കാനൊക്കെ എനിക്കറിയാം. അതൊക്കെ അതിൻ്റെ നയം പോലെ, അതിൻ്റെ സമയം പോലെ വരുമ്പോൾ ഞാനതൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ അനിയത്തിയോട് അത്ര വലിയ ഞാൻ കൊടുക്കണ ഈ ഇവൾക്ക് വേണ്ടിയിട്ടാണ് പെട്ടിയെടുത്തത് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാനത് കൊടുത്തില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങളൊരു 5 ലക്ഷം 10 ലക്ഷം കൊണ്ട് നന്ദനയ്ക്ക് വീട് പണിയാനുള്ള ഫണ്ടിലേക്ക് കൊടുക്ക്. അപ്പം നിങ്ങൾ എന്നിട്ട് എന്നോട് വന്ന് പറയും, അപ്പം ഞാൻ കൊടുക്കാം. എന്തൊക്കെ തള്ളല ഇവൻ ചെയ്യുന്നത്? ഇവൻ ലോകത്തിലെ ഏറ്റവും വലിയ മോശം യൂട്യൂബറാണ് കേട്ടോ. ഇവനൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സബ്സ്ക്രൈബറുണ്ട്. അവരോട് പോലും ഒരു പുല്ല് വിലയാണ്. അവൻ പറയണത് ഞാൻ കളിക്കുന്ന കളി അതെൻ്റെ കളി, എൻ്റെ ഇഷ്ടം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പുല്ലാണെന്നാണ് പറഞ്ഞത്. അവരൊന്നും എനിക്കൊരു വിലയില്ലടാ. സായി, നിന്നെ തെറിയൊന്നും പറയണില്ല. എൻ്റെ സബ്സ്ക്രൈബറോട് നീ കുറച്ച് തെറി കുറയ്ക്കാനാണ് പറഞ്ഞത്. സായി എന്നെ വിളിക്കാം. നീ ഈ തിന്നണത് 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ നീയും നിൻ്റെ ഭാര്യയും കൂടിയിട്ട്. ആ കാശ് എവിടെ നിന്നാണ് ഉണ്ടാവണത്? ആ ഒരു നന്ദിയെങ്കിലും നീ നിൻ്റെ സബ്സ്ക്രൈബറോട് കാണിക്കടാ. ആ കാശ് കിട്ടുന്നത് നിനക്ക് യൂട്യൂബിൽ നിന്നല്ല. ഈ ഓടാത്ത കാറിൽ ഇരുന്നിട്ട് നിങ്ങൾ 2 പേരും കൂടി തള്ളിയിട്ടല്ലേ നിനക്ക് ഈ കാശ് കിട്ടുന്നത്. അപ്പം നിന്റെ വീഡിയോ കാണുന്നവർ, ആ ആൾക്കാരെങ്കിലും നീ ഒന്ന് മാനിക്കടാ. നിന്റെ സബ്സ്ക്രൈബർ 7 ലക്ഷത്തോളം സബ്സ്ക്രൈബർ ഉണ്ടല്ലോ നിനക്ക്. നീ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് ഈ മട്ടനും ചിക്കനും തേങ്ങയും വാങ്ങി നിന്റെ പട്ടീനെയും വളർത്തുന്നു, പട്ടികളെ തീറ്റയും മേടിക്കുന്നത്, നീ ആർഭാടായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഈ പാവങ്ങൾ, വീഡിയോ കാണുന്ന പാവങ്ങളോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്?
ആ ബിഗ് ബോസിൽ പോയാൽ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടി. ആ ബിഗ് ബോസിൽ പോയാൽ അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുക. നിന്നെ ഗെയിം കളിക്കാനാണ് തെണ്ടി നിന്നെ അങ്ങോട്ട് ജനങ്ങൾ വിട്ടോക്കണം, നിന്റെ സബ്സ്ക്രൈബർ വിട്ടോക്കണം. നീ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല കളി കളിക്കുന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. നീയൊക്കെ പൊളിച്ച് അവിടെ അടക്കും നമ്മൾ വിചാരിച്ചത്. എന്നിട്ട് നാറി നീ ചെന്നിട്ട് എന്താ ചെയ്തേ? ആ ജാസ്മിൻ്റെ ഈറ്റം മണപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഇരുന്നിട്ട് നീ എന്താ പറഞ്ഞേ? പുറത്തുള്ള എല്ലാ കാര്യങ്ങളും തള്ളിയില്ലേ? നീ ഇവിടുന്ന് ഒരു കോംബോ ഉണ്ടായിട്ടല്ലേ പോയത് ജാസ്മിൻ്റെ വാപ്പിയായിട്ട്. അപ്പം തന്നെ നിന്റെ സബ്സ്ക്രൈബർ നിന്റെ നമ്മൾക്ക് വീഡിയോ കാണുന്ന ഈ ബിഗ് ബോസ് കാണുന്ന ഒരു എടുത്ത് കെട്ടി നിന്റെ വില എന്താണെന്നുള്ളത്. നീ ഒരു മനുഷ്യനല്ല. നീ ഒരു മനുഷ്യനല്ലാത്തത് കൊണ്ടാണല്ലോ ആ നിന്റെ അച്ഛൻ നിന്നെ വേണ്ട. നിന്റെ അച്ഛനോട് മിണ്ടാത്തതിൻ്റെ കാരണം എന്താ? നിന്റെ ഇതുപോലെയുള്ള സ്വഭാവങ്ങളാണ്. നിന്റെ സ്വഭാവം മാറ്റണം. ഞാൻ ഡിറ്റക്റ്റീവ് ഇതിൽ നിന്ന് സായി കൃഷ്ണനാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വന്നു. നീ സായി കൃഷ്ണനായല്ലോ, എന്നിട്ട് നീ എന്താ അപ്പം പുറത്ത് പോകാഞ്ഞേ? അത് കഴിഞ്ഞിട്ട് നീ എന്തെല്ലാം നാടകങ്ങൾ അവിടെ അനിയത്തിയായിട്ട് കാണിച്ചു, അനിയത്തിയായിട്ട് എന്തെല്ലാം കെട്ടിപ്പിടുത്തങ്ങൾ കാണിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരാളെ അനിയത്തിയാക്കിയിട്ട് ആ ഗ്രാവിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് അതിനെ ശ്വാസം മുട്ടിക്കാന്ന് പറഞ്ഞാൽ അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപ്പകാള പോലെ ആരെ നെഞ്ഞത്ത് വേണമെങ്കിലും കയറുള്ളൂ. ഇപ്പം എന്താ എയർപോർട്ടിൽ വെച്ചിട്ട് നിങ്ങൾ കണ്ടല്ലോ, ജിത്തുവായനെ ആദ്യം കാണാം, ജിത്തുവായനെ നെഞ്ഞത്തേക്ക് കയറി, അത് കഴിഞ്ഞ് സായിരം നെഞ്ഞത്തേക്ക് കയറി. ഇതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് ആ ഡിറ്റക്റ്റീവ് ഏജന്റ് സായിയുടെ ഭാര്യ ഇവരൊക്കെ ഇത്രയും സോഷ്യലാണോ? എനിക്ക് മനസ്സിലാവില്ല. വലിയ സോഷ്യലിസം വന്നു നമ്മുടെ കേരളത്തിൽ. ഒരാൾ ബിഗ് ബോസിലേക്ക് പോയി, ആ ബിഗ് ബോസിലേക്ക് പോയി ഒരാൾ റിവ്യൂ പറയേണ്ട ആളോട് പോയത്. അപ്പം തന്നെ ജിത്തുവായനെ കയറ്റിയിരുന്നിട്ട് ഭാര്യ റിവ്യൂ തുടങ്ങി. എന്താ ഭാര്യയ്ക്ക് സ്വന്തമായിട്ട് റിവ്യൂ ചെയ്തൂടെ? അതിനുള്ള കഴിവില്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കണ്ട. എൻ്റെ ചേട്ടൻ അവിടെ പോയിരിക്കുന്നു, ആ ചേട്ടൻ വന്നിട്ട് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നുള്ളൂ. ആ ചാനൽ അവിടെ കിടന്നോട്ടെ, എനിക്ക് വേണ്ട. അപ്പോൾ കാശിന് ആക്രാന്ത. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും കാശിന് ഭയങ്കര ആക്രാന്ത. എത്ര കാശ് കിട്ടിയാലും ഇവർക്ക് പോരാ. ഇവർക്കത് 5 ലക്ഷം അവിടെ നിന്ന് കിട്ടി, ചേട്ടൻ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റെമോണ്ടേഷൻ കിട്ടുന്നുണ്ട്. അത് പോരാണ്ട് ഞാനിവിടെ റിവ്യൂ തള്ളിയിട്ട് എനിക്കും കിട്ടണം കാശ് എന്ന് പറഞ്ഞിട്ട് ഒരാളും കയറ്റിയിരുന്നിട്ട് റിവ്യൂ തുടങ്ങി. ഇത്രയും സോഷ്യലിസം വന്നോ നമ്മുടെ നാട്ടിൽ? എത്ര വലിയ കൂട്ടുകാരായാലും, എത്ര വലിയ സ്നേഹിതരായാലും, എത്ര ആത്മാർത്ഥ സ്നേഹിതരായാലും നമ്മൾ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു പരിധിയുണ്ട്. ആ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാർക്കൊക്കെ അടുക്കളയിലും ബെഡ്റൂമിലും കയറി നിരങ്ങാനുള്ള, സ്നേഹത്തിൻ്റെ മുകളിൽ കയറി നിരങ്ങാനുള്ള അവസ്ഥയൊന്നും ഒരാളും ഒരു കൂട്ടുകാർക്കും കൊടുക്കരുത്. അത് കൂട്ടുകാരെ നിർത്തേണ്ടടത്ത് നിർത്തുക. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇവരൊക്കെ ഇത്ര സോഷ്യലിസ്റ്റ് ആയ കാരണം, ഇവരൊക്കെ വളരെ ഫ്രണ്ട്ലി ആയ കാരണം പിന്നെ ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ വേറെ ബുദ്ധിയുള്ള ആൾക്കാരോട് പറഞ്ഞു തന്നാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇന്നലെ മൂപ്പര് തള്ളണ തള്ളു ഇന്നലെ കയറി വന്നിരുന്നിട്ട് ഞാൻ ഈ വീഡിയോ ഞാൻ ദിവസം വരും, എന്നെ സായി കൃഷ്ണനായിട്ട് നിങ്ങൾ കാണണ്ട. ഈ കാറിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഡിറ്റക്റ്റീവാണ്, നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെങ്കിലും ഞാൻ ഇട്ട് തരും. ഞാൻ ഈ പറഞ്ഞതെല്ലാം ഞാൻ വിഴുങ്ങുന്നു. ഞാൻ ഈ സായിയായിട്ട് ഞാൻ ഗോകർണം കയറും, അതുപോലെ ഞാൻ സന്യാസിയായി പോകും എന്നൊക്കെ വെറുതെ പറഞ്ഞത് അതൊക്കെ തട്ടിപ്പാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സായിയുടെ വേറൊരു രൂപം നിങ്ങൾക്ക് കാണാം. പിന്നെ എൻ്റെ ബിഗ് ബോസിൽ കളി, നിന്നെ ഗെയിം കളിക്കാൻ ജനങ്ങൾ വിട്ടിട്ട് ആ ഗെയിം മാറി ഞാൻ കളിച്ചാൽ എനിക്ക് യാതൊരു തെറ്റും തോന്നുന്നില്ല. ഞാൻ ചെയ്തതാണ് ശരി. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കി, അതെങ്കിലും ഒന്ന് സമ്മതിക്കണം. നീ ഒരു ആണാണോ? നിനക്ക് മീശയില്ല, അത് ശരി, സമ്മതിച്ചു. മീശ വെച്ചിട്ട് നിനക്ക് ഒരു കാര്യമില്ല. എത്ര വലിയ മീശ വെച്ചാലും നീ ആണല്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം നീ ബിഗ് ബോസിൽ പോയപ്പോൾ നിന്റെ ഡിറ്റക്റ്റീവ് എന്നുള്ള ആ പേര്, ആ പദവി, നീ ആരാണ്, നീ എന്താണെന്നുള്ളത് പൊതുജനത്തിന് മനസ്സിലായി, നിന്റെ സബ്സ്ക്രൈബർക്ക് മനസ്സിലായി. എന്താണ് നീ സായി കൃഷ്ണ എന്ന് പറഞ്ഞാൽ ആൾ എന്താണ്? ഒരു വ്യക്തിത്വമില്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത. എന്നാൽ വല്ല ചെറുപ്പം പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അത് അനിയത്തിയാക്കിയിട്ട് അവളെ കെട്ടിപ്പിടിക്കാനും അവളെ കൂടെ സന്തോഷിച്ച് നടക്കാനും ആ ഹാപ്പിനെസ് കാണാനായിട്ടുള്ള ഒരു കാമ കടുവയായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമല്ല നീ പുറത്തിറങ്ങിയപ്പോൾ കയറി നടന്നിട്ടുള്ള ഈ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ സിജോന് അതിൻ്റെ ഉള്ളിൽ കപ്പ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് വോട്ടിങ്ങിൻ്റെ പരിപാടികളാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. സിജോയ്ക്ക് എത്ര വോട്ട് കൂട്ടണം, സിജോനെ എങ്ങനെ നമ്മളവിടെ വിന്നറാക്കണം, എങ്ങനെ നമുക്ക് ഈ ജിൻഡോനെ അടിച്ച് ഇരുത്തണം,
ജിൻഡോനെ വോട്ട് എങ്ങനെ കുറയ്ക്കണം, ജിൻഡോനെ എത്ര മോശക്കാരനാക്കണം, അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങളിൽ സായി കൃഷ്ണ ചെയ്യാൻ പോണത്. അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം. ജിൻഡോനെ നമുക്ക് രക്ഷിക്കാനുള്ള ജിൻഡോനെ അവന് നമ്മുടെ ഈ സായി കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ ജിൻഡോന് വലിയൊരു ഭാര്യ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ സഹോദരനല്ല അവിടെ ഇരിക്കുന്നത്. സിജോ ഇവിടെ പെങ്ങളെല്ലാം എൻ്റെ കൂടെ എത്തിയിട്ടുള്ളൂ. ഇനി ഒരു സഹോദരൻ അവിടെ കെടുക്കുക. ആ സഹോദരന് 50 ലക്ഷം മേടിച്ചു കൊടുത്തിട്ടേ ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന ചെറ്റ ഉറങ്ങുള്ളൂ. ആ കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ സായി കൃഷ്ണരെ പ്രേക്ഷകർക്കൊക്കെ മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു വിധം മനസ്സിലായില്ലേ അവൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത്? അവൻ്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ ഗബ്രീരെ പോലെ അവൻ ഒരു കാമക്കടുവിയാണ്. അതിന് അവൻ പേരിട്ടെടുത്തു ബാംഗ്ലൂർ ഡേയ്സ്, അതുപോലെ തന്നെ അനിത്യപ്രാവ്. അതുപോലെ എനിക്കൊരു കോംബോ ആയിക്കൂടെ. നമ്മളൊക്കെ ഒരു സുഹൃത്തിനെ പോലും സ്നേഹിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു സ്ത്രീനെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു, കാലത്ത് കണ്ട് വൈകുന്നേരം ആക്കുമ്പോഴേക്കും നമ്മൾ അനിയത്തിയോ ചേച്ചിയോ അല്ലെങ്കിൽ അമ്മയോ ഒന്നും ആക്കില്ല. അതുപോലെ തന്നെ സുഹൃത്തിന് നമ്മൾ നന്നായി ഒന്ന് സ്കാൻ ചെയ്യും. ഇപ്പം ആരാണ് ഇവൻ എന്നെ കിട്ടുകഴിഞ്ഞാൽ നാളെ ഇവൻ്റെ പേരിൽ നമുക്ക് ഇനി വല്ല കേസും പുലിവാലും വരുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചീത്തപ്പേര് വരുമോ? ഇവൻ്റെ സ്വഭാവം എന്താണ്? ഇവൻ കള്ളുടിയനാണോ, വീഡിയോലീനാണോ, പെണ്ണുപിടിയനാണോ, കള്ളനാണോ, കൊലപാതകയാണോ എന്നൊന്നും നമുക്കറിയില്ല. കാലത്ത് പരിചയപ്പെട്ട ആളാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ചേട്ടനാണ്, എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ഒരാളെ അങ്ങനെ സുഹൃത്തുക്കളാക്കില്ല. ഇവൻ ചെന്ന വഴിക്ക് അവിടെ അപ്പോഴേക്ക് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കി, അനിയത്തിയാക്കി, കൊച്ചനീയത്തിയാക്കി. പിന്നെ അവർ തമ്മിലുള്ള കളികളായി. ബെഡിൽ കിടന്ന് മറയിന്, നന്ദനേനെ പുതപ്പുകൊണ്ട് മൂടിയിട്ട് കൊണ്ടൊന്ന് ഇട്ടിണ്. അത് കഴിഞ്ഞ് കെട്ടിപ്പിടിക്കന്, പോരണ നേരത്തുള്ള നാടകങ്ങൾ, ഉമ്മ വയ്ക്കല്, ചാടല്. ഇത്രയ്ക്ക് ഉമ്മ നീ നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. നീ എന്നെ പറഞ്ഞോട്ടു, ഞാൻ എൻ്റെ ഭാര്യയും കൂടി സ്നേഹിച്ചാൽ കല്യാണം കഴിച്ചത്. ആ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന സമയത്ത് മുത്തേ, കരളെ, ചക്കരപ്പെണ്ണെ, മുത്തുപ്പെണ്ണെ, മരപ്പെണ്ണെ, കല്ലിപ്പെണ്ണെ എന്നൊക്കെ ഞാൻ വിളിക്കാറ്. ഇപ്പം അതൊന്നും ഞാൻ വിളിക്കാറില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞോടുകൂടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പെൺകുട്ടികളെ കാണുമ്പോൾ നീ വിളിച്ചോളൂ, ആ പേരൊക്കെ വീണ്ടും നീ വിളിച്ചോളൂ. എൻ്റെ പൊന്നു ചക്കര മോളോ അനിയത്തി, എൻ്റെ ചക്കര പെണ്ണെ അനിയത്തി, എൻ്റെ ചക്കര മുത്ത് അനിയത്തി എന്നൊക്കെ വിളിച്ചോളൂ. നിന്റെ ഭാര്യയ്ക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഒന്നും തോന്നില്ല. അത് അനിയനും ചേട്ടനും തമ്മിലുള്ള ബന്ധമല്ലേ. നമ്മൾ എന്തിനാ തലയിടുന്നത്? ഇനിയും കുറേ ആങ്ങളമാരില്ലാത്ത കുറേ അനിയത്തിമാർ നാട്ടിലുണ്ട് കേട്ടാ സായി. അവരൊക്കെ ഒന്ന് രക്ഷിക്കും. നീ ആരാ? നീ നമ്മുടെ അനിയത്തിമാരെ രക്ഷിക്കാൻ വന്നുള്ള ദേവദൂതനാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ വീടും പണിത് കൊടുത്ത് ഇവരൊക്കെ രക്ഷിക്കും. നീ ഇതുപോലെ പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഈറ്റം പണപ്പിച്ച് നടക്കുന്ന ആളാണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ ഈ സബ്സ്ക്രൈബർമാർക്കും ഇപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയാം, ഇവന്റെ ചാനലിൽ നിന്ന് സ്കൂട്ടാവുക. എത്ര നല്ല കളി കളിക്കാറുണ്ട് ആ ബോക്സ് വെച്ചിട്ട്. എത്ര നല്ല പണപ്പെട്ടി വെച്ചിട്ട് എത്ര നല്ല കളി കളിക്കായിരുന്നു. ബിഗ് ബോസിനെ ചതിച്ചു, അവിടെയുള്ള മത്സരാർത്ഥികളെ ചതിച്ചു. അവരൊക്കെ പിന്നിൽ നിന്ന് കുത്തി. ആവശ്യക്കാരൻ്റെ കയ്യിൽ വേണം പൈസ ചെല്ലാനായിട്ട്. ഇവന് പൈസ തിളപ്പവന്, ഇവനും ഇവൻ്റെ പെണ്ണിനും പൈസ തിളപ്പാ. എല്ലാ മാസം അവന് കിട്ടണ്. 25-ാം തീയതി, 26, 22-ാം തീയതി, 23-ാം തീയതി ആകുമ്പോൾ അവന് കിട്ടണം 5 ലക്ഷം രൂപ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടണം. ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കാശ് കിട്ടുന്നത് വേറെ, അത് നമ്മൾ കണക്കിടുന്നില്ല. പിന്നെ പ്രൊമോഷൻ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാശ് വേറെ, അതും നമ്മൾ കണക്കാക്കുന്നില്ല. എന്നിട്ട് ഇത്രയധികം കാശ് കിട്ടിയിട്ട് 40 പട്ടികളും മേടിച്ചിട്ടിട്ട് ഇവരങ്ങോട്ട് കാശിൻ്റെ തിളപ്പ കാണിക്കുന്നത്. എന്നിട്ട് അവൻ നല്ല വീഡിയോ ചെയ്യുന്നത് സഞ്ജു ടെക്ക് അവൻ ചെയ്തു, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അവൻ സ്വിമ്മിംഗ് പൂളാക്കിയിട്ട് ചേർന്ന് ചാടി, അതുകൊണ്ട് അവൻ്റെ പേരിൽ കേസ് എടുത്തു. അത് അത്യാവശ്യമാണ്. ഇവൻ ദിവസം വന്ന് വീഡിയോയിൽ ഓരോ ആൾക്കാരെ പച്ചർച്ച് തിന്നുന്ന ആളാണ്. ഇവന് സഞ്ജു ടെക്കനെ വിമർശിക്കാനും അതിനെതിരെ വീഡിയോ എടുക്കാനും ഇവൻ ആര്? എവിടത്തെ ഷായി? എവിടത്തെ ഡിക്റ്റേറ്റീവ്? നിന്റെ യഥാർത്ഥ രൂപം ഞങ്ങൾ ബിഗ് ബോസിൽ കണ്ടതല്ലേടാ. നീ മരവാഴിയായിട്ടല്ലേടാ അവിടെ ചെന്നിരുന്നോടുന്നത്. നീ വായ തുറന്ന് എന്തെങ്കിലും പറയുന്നുണ്ടാ. നിന്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും, നിന്റെ വീട്ടിലെ പട്ടി പോലും ഭക്ഷണം കഴിക്കൂല, കഞ്ഞീരോളം കുടിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിന്റെ മോന്ത ഒന്നും കൂടി നീ വികൃതമാക്കിയിട്ട് ഒരു തൊപ്പിയും വെച്ചിരുന്ന് ഞങ്ങളുടെ മുഖത്തേക്ക് ഇനി തുപ്പണ്ട. ഒരുപാട് നീ ഇതുപോലെ നിന്റെ കളികളും കാര്യങ്ങളും നീ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവരുടെ സബ്സ്ക്രൈബർമാർ എന്തായാലും ഒരു കാര്യം ചെയ്യുക, 1 ലക്ഷം 2 ലക്ഷമായിട്ട് സബ്സ്ക്രൈബർക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇവൻ്റെ വീഡിയോ കാണണ്ട. ഇവൻ വ്യക്തിത്വം ഇല്ലാത്ത വ്യക്തിന്, ഒരു നാണം ഉളുപ്പും ഇല്ലാത്തവനാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലായ നിലയ്ക്ക് ഇവൻ ഇതൊന്നല്ല ഇവൻ പറഞ്ഞു, ഇനി ഞാൻ സായി കൃഷ്ണയായിട്ട് ഞാൻ എന്തായാലും ഡിക്റ്റേറ്റീവായിട്ട് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വീഡിയോ ചെയ്ത് നിർത്തും. എയർപോർട്ടിൽ നിന്ന് തുടങ്ങി വീഡിയോ ചെയ്ത് ഇനിയിപ്പോൾ ആട് തൂർന്ന പോലെ വീഡിയോകൾ വന്നു തുടങ്ങുന്നത്.
അതാണ് ഇതാണ് മറ്റോണം മറിച്ചാണ് മറ്റോൻ അത് ചെയ്തു, അവിടെ മറ്റോൻ ഇവിടെ ചെറ്റ പൊക്കി. അപ്പോൾ ആ ചെറ്റ പൊക്കിയപ്പോൾ കണ്ടത് ഇവനാണ് വന്ന് അവിടെ കണ്ടത്. അപ്പോൾ ഇവനാണ് അത് ചൂട്ട് പിടിച്ചു കൊടുത്തത്. അവർ രണ്ടുപേർക്കും അവിഹിതം ചെയ്യാനായിട്ട് ഇവനാണ് ചൂട്ട് പിടിച്ചു കൊടുത്തത്. അതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇനി ഇവിടെ ഇവന് ഇനി ആരെയൊക്കെ എന്തൊക്കെ അപവാദം പറയണമെങ്കിൽ ഇവന് പറയാം, ഒരു കുഴപ്പമില്ല. ഇവൻ മാന്യൻ, ഇവൻ മഹാൻ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഈ കുറുക്കനും കോഴിയും എന്നുള്ള ഒരു കളിയാണ്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു കളിയാണ്. അതാണ് ഇപ്രാവശ്യം അവർ പൊടി തട്ടിയെടുത്ത് പോകുന്നത്. കഴിഞ്ഞ സീസണിൽ ഉണ്ടായത് തന്നെയാണ് ഇന്നലെ കാണിച്ച മോണാക്റ്റും. അത് അവർ പൊടി തട്ടിയെടുക്കേണ്ടത്. എല്ലാം പുതിയ സംഭവങ്ങളൊന്നും ഇല്ല, പഴയ സംഭവങ്ങൾ തന്നെ പൊടിയും തട്ടിയെടുത്ത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് പ്രേക്ഷകർക്ക് തിന്നാൻ തരലും കുടിക്കാൻ തരലാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ പണി. അതുകൊണ്ട് ബിഗ് ബോസിന്റെ അട്ടപ്പിളകിയിരിക്കുന്നത് TRP ഒക്കെ ഇട്ടിഞ്ഞ് നാശകോശമായി. ഇനി ഒരു TRP കയറ്റുണ്ടെങ്കിൽ മോഹൻലാൽ വന്നുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ശനി ഞായർ മോഹൻലാൽ വന്നുകൊണ്ട് ഒരു അത്ഭുതം നടക്കില്ല. നിങ്ങൾ എന്തൊക്കെയാണ് കോഴിച്ചാത്തന്മാരെ നിങ്ങൾ പിടിച്ചത്? നിങ്ങൾ മോണക്റ്റ് കാണിച്ചതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടാണ്. ഞാൻ സെറ്റിലിരുന്നിട്ട് കാരവനിലിരുന്നിട്ട് ചിരിക്കായിരുന്നു നിങ്ങളുടെ കളി കണ്ടിട്ട്. എൻ്റെ സിനിമ കണ്ടിട്ട് പോലും ജനങ്ങൾ ഇതുപോലെ ചിരിച്ചിട്ടുണ്ടാവില്ല. അതിനും വലുതായിട്ടാണ് ഞാൻ ചിരിച്ചോടുന്നത്. ഷൂട്ടിന് വിളിച്ചാൽ പോലും ഞാൻ ചെല്ലാറില്ല. നിങ്ങളുടെ കുറുക്കനും കോഴിയും കളിയും അതുപോലെ നിങ്ങളുടെ മോണാക്റ്റുകളും നിങ്ങളുടെ കണ്ണാടയുടെ മുമ്പിൽ വെച്ചിട്ടുള്ള നിങ്ങളുടെ പെർഫോമൻസുകളും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ജാസ്മിൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ജാസ്മിൻ ഹാപ്പി അല്ലേ? ജാസ്മിൻ്റെ 1-2 ഷോട്ട് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് കണ്ടപ്പോൾ മുത്ത് പോലെ തോന്നി. എനിക്കത് കണ്ടപ്പോൾ ജാസ്മിനും നമ്മുടെ സിജോയും തമ്മിൽ ഒരു വഴക്ക് നടന്നല്ലോ. അപ്പോൾ 2-3 ക്ലോസപ്പ് ഷോട്ട് കാണിച്ചു ജാസ്മിൻ. നിന്റെ ആ ക്ലോസപ്പ് ഷോട്ടിൽ കാണിച്ചപ്പോൾ ഒരു കുടം തുപ്പലാണ് നിന്റെ വായിലിരിക്കുന്നത്. ആ തുപ്പലത്തിന്റെ കൂടെ നീ നിന്റെ മുടിയും കൂടി ഇരുന്ന് വലിച്ചിരുന്ന് തിന്നണുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ എന്താണ് നീ വന്നപ്പോൾ നിന്റെ വെപ്പുമുടി നല്ല ഭംഗിയുണ്ടായിരുന്നില്ല കാണാനായിട്ട്, നല്ല കളറൊക്കെ കൊടുത്ത് നല്ല നീളത്തിൽ കെടുക്കുകയാണെന്നല്ലോ. ഇപ്പൊ എന്താ ജാസ്മിൻ നീ നിന്റെ സൗന്ദര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? ആ മുടിയൊക്കെ ആകെ കോല കെട്ടില്ലോ. അതൊക്കെ ദിവസം എടുത്തൊന്ന് അലക്കൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ട മണം വരും. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, മുടിയൊക്കെ എടുത്തൊന്ന് ഷാമ്പുട്ട് വാഷ് ചെയ്യുക, എന്നിട്ട് അത് നന്നായി ഉണക്കുക. അപ്പൊ അതുകൊണ്ട് പാതി പറന്ന് കിടന്നോളും. ഇപ്പൊ നിന്റെ ബാക്ക് എടുത്ത് കാണിക്കുമ്പോൾ ആ മുടി ശരിക്ക് വെപ്പുമുടി അന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടാ ജാസ്മി. അപ്പൊ അത് നീയൊന്ന് ഈ ആഴ്ച ശ്രദ്ധിച്ചോളോ. ഈ ആഴ്ച നമുക്ക് ഫിനാലിയാണ്. നിന്റെ ഒരുപാട് ഡാൻസുകളും കൂത്തുകളും അതുപോലെ തന്നെ ഗബ്ബരി വരുമ്പോഴുള്ള നിന്റെ കാമലീലകളും രതിലീലകളും ഒക്കെ കാണാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് കുളിക്ക്, പല്ല് തേക്ക്, നീ ചെരുപ്പിട്, അതുപോലെ നിന്റെ ഡ്രസ്സുകളൊക്കെ നന്നായി അലക്ക്, നന്നായി നീ ഈ തുപ്പലൊന്നും വായുന്നൊക്കെ തുപ്പിക്കളി. അതൊക്കെ ആൾക്കാർക്ക് കാണുമ്പോൾ അതപ്പോൾ വൃത്തികേടായിട്ട് തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പൊ ജാസ്മിൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നിനക്ക് കളിയിൽ ഒന്നും കൂടി കയറി വരാനുണ്ട്. നമുക്ക് ജിൻഡോനെ അടിക്കണം. ഞാൻ ജിൻഡോനെ മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ കളിയാക്കാം. അപ്പൊ അത് കണ്ടിട്ട് നീ ചിരിച്ചോളോ. ജിൻഡോനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കും. ഓരോ ഏപ്പ് കിട്ടിയാലും എന്തെങ്കിലും ചെറിയ പോയിന്റ് കിട്ടിയാൽ ഞാൻ ജിൻഡോനെ ഇട്ട് ഞാൻ കൊട്ടും. അപ്പൊ അവിടെ ആര് ചിരിച്ചില്ലെങ്കിലും നീ കക്കാന്ന് ചിരിക്കണം. അപ്പൊ എന്താ കാരണം വെച്ചാൽ നിനക്ക് ഓട്ട് വിടും. ഇത്രയും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് മാമൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ പറയണല്ലോ, എന്നാലല്ലേ എനിക്ക് തൊട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് മൂപ്പര് ശനി ഞായറായിട്ട് വന്ന് പറയാനായിട്ട് പോണത്. 2 പാവങ്ങളെ പിടിച്ചിട്ട് ഔട്ടാക്കുകയും ചെയ്യും. എന്തൊക്കെയുണ്ടെങ്കിലും നോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു കുട്ടികളുടെ മനസ്സാണ്. അത്രയും അത് പറയണല്ലോ. അത് നമുക്ക് അത് കാണാൻ ജോണർ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ടതില്ല. പക്ഷെ അതിന്റെ ക്യാരക്ടറും അതിന്റെ നിഷ്കളങ്കതയും അതിന്റെ നിഷ്കളങ്കമായുള്ള സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതിന് ഒരു പൊട്ടിപ്പെണ്ണായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ എല്ലാവരും ഉള്ളിലും ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിലത്തെ കൊച്ചുകുട്ടി വളർന്നിട്ടില്ലേ. അപ്പോൾ അതൊരു കൊച്ചുകുട്ടിയുടെ ഇതാണ് ഈ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഈ ജാസ്മിനെ ഒന്ന് പിടിച്ച് മാറ്റിയിട്ട് അതിനൊന്ന് പിടിച്ച് പുറത്താക്കി വിടാനായിട്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ആരും ഇല്ലേ. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് മുഴുവൻ ഫേക്ക് ഐഡികളിൽ നിന്ന് വന്നിട്ടുള്ള വോട്ടുകളാണ് ഇവൾക്ക് വന്നു നോക്കുന്നത് മുഴുവൻ. അല്ലാണ്ട് ഇവളെ കേരളത്തിൽ മൂക്ക് കീപ്പിട്ടുള്ള ഒരാൾ പോലും ഇവൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യില്ല. ഇവളെ സ്വഭാവം ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്നവരെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അളക്കാം. ഇവളെക്കാളും തറകളാണ് ഇവളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവളെക്കാളും തറകൾ ഒരുപാട് നമ്മുടെ കേരളത്തിലുണ്ട്. നമുക്ക് മനസ്സിലായില്ലേ? എൻ്റെ മോനെ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല. നിങ്ങൾക്ക് ഞാനൊരു ചെറിയ പണി തരുന്നുണ്ട്. ലേക്ക് അടിച്ചോളാം. നിങ്ങൾക്ക് ചെറിയൊരു ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊന്നൊരു കമൻറ്റ് വേണമെങ്കിൽ ഇടാം. ഓക്കെ. അതുപോലെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. എല്ലാവരും ആരോഗ്യം സൂക്ഷിക്കുക. എലിപ്പനി, ഡെങ്കിപ്പനി, മറ്റേ പനി, മറിച്ച പനി, കുറേ രോഗങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം മുക്തമാകുക. നമ്മൾ എല്ലാം നല്ല വൃത്തിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുക. അതാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ സുരേഷ് ഗോപി ജയിച്ചു. അതിപ്പോൾ പറഞ്ഞില്ലല്ലോ, എന്താ നിങ്ങൾ സുരേഷ് ഗോപി ജയിച്ചിട്ടൊന്നും പറയാൻ, നിങ്ങൾ തൃശ്ശൂർകാരനല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വോട്ട് കൊടുത്തതും ഈ സുരേഷ് ഗോപിക്ക് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് സുരേഷ് ഗോപിക്കാണ്. സുരേഷ് ഗോപി നല്ല മനുഷ്യനാണ്, നല്ല ഡീസൻറ്റ് മനുഷ്യനാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. ആൾ തൃശ്ശൂർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യും. നമുക്കത് കാണാതെ അതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അത്ര നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഇനിയിപ്പോൾ കേന്ദ്രമന്ത്രിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൃശ്ശൂരിന് വേണ്ടിയിട്ട്, തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയിട്ട് തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്നും സുരേഷ് ഗോപിനെ ഇഷ്ടം. പക്ഷേ ഒരു തെണ്ടിയില്ല, അദ്ദേഹത്തിൻ്റെ മകൻ. അവൻ കൊള്ളില്ല. അവൻ്റെ ഒരു സിനിമയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അവൻ ഒരു പിച്ചിയാണ്. അത് ഞാൻ എന്നും പറയും, ഇന്നും പറയും. ഈ അച്ഛനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ നടക്കുന്നത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വീണ്ടും അടുത്ത ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ സംസാരിക്കാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഓരോരുത്തരും എടുത്തു പറഞ്ഞുകൊണ്ട് നമസ്കാരം. ബൈ.